ISL ചാമ്പ്യന്മാരായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ദേശീയ ടീം ക്യാമ്പിലേക്ക് തങ്ങളുടെ പ്രമുഖ കളിക്കാരെ വിട്ടുനൽകാൻ വിസമ്മതിച്ചത് ഇന്ത്യൻ ഫുട്ബോൾ ലോകത്ത് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭാവി സംബന്ധിച്ച് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഈ സംഭവം ക്ലബ്ബുകളും ദേശീയ ടീമും തമ്മിലുള്ള ബന്ധത്തിലെ സംഘർഷങ്ങളെ കൂടുതൽ വെളിപ്പെടുത്തുന്നു. മലയാളി താരം സഹൽ അബ്ദുൾ സമദ് ഉൾപ്പെടെ പ്രമുഖരെയാണ് മോഹൻ ബഗാൻ ക്യാമ്പിലേക്ക് വിട്ടുനൽകാത്തത്. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പുതിയ പരിശീലകനായി ഖാലിദ് ജമീൽ ചുമതലയേറ്റതിന് പിന്നാലെയാണ് ഈ പ്രശ്നങ്ങൾ ഉടലെടുത്തത്. AFC നേഷൻസ് പോരാട്ടത്തിനായുള്ള 35 അംഗ പ്രാഥമിക ദേശീയ ടീമിനെ കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. ഇതിൽ മോഹൻ ബഗാനിൽ നിന്നുള്ള 7 കളിക്കാർ ഉൾപ്പെട്ടിരുന്നു. ഈ താരങ്ങൾ ക്യാമ്പിൽ എത്തിച്ചേരണമെന്ന് ദേശീയ ടീം ആവശ്യപ്പെട്ടപ്പോൾ മോഹൻ ബഗാൻ കടുത്ത നിലപാടെടുത്തു. പരിക്കേറ്റ താരങ്ങളെ ദേശീയ ടീം വേണ്ടത്ര ശ്രദ്ധയോടെ ചികിത്സിക്കുന്നില്ല എന്ന ആരോപണമാണ് ബഗാൻ ഉന്നയിച്ചത്. ദേശീയ ടീം ക്യാമ്പിൽ നിന്ന് കളിക്കാർക്ക് പരിക്കേറ്റ് തിരിച്ചെത്തുന്നത് ക്ലബ്ബുകൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നു എന്നും പ്രധാനപ്പെട്ട മത്സരങ്ങൾക്ക് കളിക്കാരെ ലഭിക്കാതെ വരുന്ന അവസ്ഥയുണ്ടാകുമെന്നും അവർ വാദിച്ചു. നിലവിലെ ഫിഫ വിൻഡോയുടെ സമയത്ത് താരങ്ങളെ ദേശീയ ടീമായി വിട്ടുകൊടുക്കണമെന്ന് നിർബന്ധിത നിയമമില്ലെന്നും ബഗാൻ ചൂണ്ടിക്കാട്ടി. മോഹൻ ബഗാന്റെ ഈ തീരുമാനത്തെ തുടർന്ന് സഹൽ അബ്ദുൾ സമദ്, അനിരുദ്ധ് ഥാപ്പ, ദീപക് ടാംഗ്രി, ലാലങ് മാവിയ, ലിസ്റ്റൻ കൊളാക്കോ, മൻവീർ സിംഗ്, വിശാൽ കെയ്ത്ത് തുടങ്ങി 7 പ്രധാന കളിക്കാരാണ് ക്യാമ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. കൂടാതെ അണ്ടർ 23 ഇന്ത്യൻ ടീമിലേക്കും താരങ്ങളെ വിട്ടുകൊടുക്കാൻ മോഹൻ ബഗാൻ വിസമ്മതിച്ചിട്ടുണ്ട്. അടുത്ത മാസം ഖത്തറിൽ നടക്കുന്ന AFC അണ്ടർ 23 ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കായി തയ്യാറെടുക്കുന്ന ടീമിലെ ദീപേന്ദു ബിശ്വാസ്, സുഹേൽ ഭട്ട്, പ്രിയാൻഷൻ ദുബെ, ടി അഭിഷേക് സിംഗ് തുടങ്ങിയ യുവതാരങ്ങൾക്കും ഇതോടെ ക്യാമ്പിൽ ചേരാൻ കഴിയില്ല. ഈ സംഭവം ഇന്ത്യൻ ഫുട്ബോൾ ലോകത്ത് വലിയൊരു ചർച്ചയ്ക്ക് വഴിയൊരുക്കി. ക്ലബ്ബുകൾക്ക് കളിക്കാരെ സംരക്ഷിക്കാനുള്ള അവകാശമുണ്ടോ അതോ ദേശീയ ടീമിന്റെ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകേണ്ടതുണ്ടോ എന്ന വിഷയത്തിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായി. ഒരു വശത്ത് രാജ്യത്തിന് വേണ്ടി കളിക്കുന്നത് ഓരോ താരത്തിന്റെയും സ്വപ്നമാണ്. പരിശീലകനും കളിക്കാരും തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കാനും പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും കളിക്കാരുടെ ഫിറ്റ്നസ് ഉറപ്പുവരുത്താനും ക്യാമ്പുകൾ അനിവാര്യമാണ്. എന്നാൽ ക്യാമ്പുകളുടെ വാദത്തിനും കഴമ്പുണ്ട്. വൻതുക മുടക്കി കളിക്കാരെ വാങ്ങുന്ന ക്ലബ്ബുകൾക്ക് അവർക്ക് പരിക്കേൽക്കുന്നത് വലിയ നഷ്ടമാണ്. കളിക്കാരെ പരിപാലിക്കാനുള്ള ചുമതല ക്ലബ്ബുകൾക്ക് മാത്രമാണോ എന്ന ചോദ്യവും ഉയരുന്നു. ദേശീയ ടീം ക്യാമ്പിൽ കളിക്കാർക്ക് ഉണ്ടാകുന്ന പരിക്കുകൾക്ക് ആര് ഉത്തരവാദിത്തം ഏറ്റെടുക്കും എന്നതിനെ കുറിച്ച് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഇല്ല എന്നത് ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുന്നു. മോഹൻ ബഗാന്റെ ഈ നിലപാട് വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. എങ്കിലും ഒരു ക്ലബിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ അവർ കാണിക്കുന്ന പ്രതിബദ്ധതയെ അനുകൂലിക്കുന്നവരുമുണ്ട്. ISL ടൂർണമെന്റിൽ വൻ നിക്ഷേപം നടത്തുന്ന ക്ലബ്ബുകൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കളിക്കാർ പൂർണ്ണ ആരോഗ്യവാന്മാരായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇത് ദേശീയ ടീമിന്റെ പ്രകടനത്തെ പ്രതികൂലമായി ബാധിച്ചേക്കുമോ എന്ന ആശങ്ക ഫുട്ബോൾ പ്രേമികൾ പങ്കുവയ്ക്കുന്നു. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ടൂർണമെന്റുകൾക്ക് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ ടീമിന് ഈ ക്യാമ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വിഷയത്തിൽ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ നിലപാട് നിർണായകമാകും. ക്ലബ്ബുകളുടെ ആശങ്കകൾ പരിഗണിക്കുകയും അതേസമയം ദേശീയ ടീമിന്റെ പ്രാധാന്യം ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഒരു നയം രൂപീകരിക്കേണ്ടത് അനിവാര്യമാണ്. ക്ലബ്ബുകളും ദേശീയ ഫെഡറേഷനും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഇന്ത്യൻ ഫുട്ബോളിന് മുന്നോട്ട് പോകാൻ സാധിക്കൂ. കളിക്കാരുടെ ഫിറ്റ്നസ് നിലനിർത്തുന്നതിനും പരിക്കുകൾ ഒഴിവാക്കുന്നതിനും ശാസ്ത്രീയമായ പരിശീലന രീതികൾ അവലംബിക്കേണ്ടതുണ്ട്. ഇതിനായി ക്ലബ്ബുകളും ദേശീയ ടീമും തമ്മിൽ ആരോഗ്യപരമായ ആശയവിനിമയം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഈ സംഭവം ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ചയ്ക്ക് തടസ്സമാകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു. ഫുട്ബോൾ ഒരു ടീം ഗെയിം മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ അഭിമാനം കൂടിയാണ്. ക്ലബ്ബുകൾ തമ്മിലുള്ള മത്സരങ്ങൾക്കപ്പുറം ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാൻ കഴിയണം. അല്ലെങ്കിൽ ലോക ഫുട്ബോളിൽ ഇന്ത്യക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ടായിട്ടും ഇത്തരം ആഭ്യന്തര പ്രശ്നങ്ങൾ അതിന് തടസ്സമാകും. ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഫെഡറേഷനും ക്ലബ്ബുകളും തമ്മിൽ വ്യക്തമായൊരു ധാരണയിലെത്തേണ്ടത് അത്യാവശ്യമാണ്. കളിക്കാരുടെ ആരോഗ്യവും അവരുടെ കരിയറും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതേസമയം രാജ്യത്തിന് വേണ്ടി കളിക്കാനുള്ള അവരുടെ അവസരം നഷ്ടപ്പെടാനും പാടില്ല.